ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മൈനുകളെ പറ്റിയാണ്. കേരളത്തിൽ സർവ്വസാധാരണമായി കാണുന്ന പക്ഷികളാണ് മാടത്ത അല്ലെങ്കിൽ നാട്ടുമൈന്. ഈ പക്ഷിക്ക് പല സ്ഥലങ്ങളിൽ മറ്റ് പല പേരുകളും ഉണ്ട്. ഇന്ന് ഞാൻ പാടത്ത് കണ്ട മൈനയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മൈനയ്ക്ക് പല തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ മൈനയെ പറ്റി പഠിക്കുമ്പോൾ ക്ലാ ക്ലാ ക്ലീ ക്ലീ എന്നെല്ലാം ശബ്ദമുണ്ടാക്കുന്ന പക്ഷിയായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഇന്ത്യ കൂടാതെ അഫ്ഗാനിസ്ഥാൻ, തുർക്കിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും മൈനയെ കാണാൻ സാധിക്കും. കാക്കയെപ്പോലെ തന്നെ മനുഷ്യവാസമുള്ള സ്ഥലത്താണ് മൈനയെ അധികവും കാണാൻ കഴിയുന്നത്. മൈന ഒരു മിശ്രബുക്കാണ്. ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളും പൂന്തേനും പുഴുക്കളും മണ്ണിരയുമെല്ലാം ആണ് ഇവയുടെ ഭക്ഷണം. മൈനയുടെ ദേഹമാകെ വെളുത്ത ചോക്ലേറ്റ് നിറമാണ്. മൈനയുടെ തല, കഴുത്ത്, മാറിടം, വാൽ എന്നിവ കറുപ്പ് നിറമാണ്. അടിവയർ മുതൽ വാലിൻ്റെ അടിവശം വെള്ള നിറം കാണാം. കൊക്കും കാലും മഞ്ഞ നിറമാണ്. ചിറക് വിടർത്തുമ്പോൾ ചിറകിൻ്റെ നടുക്കായി വെള്ളവര കാണാം. കൊക്കിൽ നിന്ന് തുടങ്ങി കവിളിൽ കൂടി പോകുന്ന മഞ്ഞയായ നഗ്നചർമ്മം ഇവയുടെ പ്രത്യേകതയാണ്. മൈനയ്ക്ക് ഏകദേശം 23 സെൻറ്റിമീറ്റർ നീളവും 140 ഗ്രാം ഭാരവും ഉണ്ടായിരിക്കും. മൈനകൾ 20, 30 ഒക്കെ കൂട്ടമായി കാണാമെങ്കിലും ഇവ കൂട് വയ്ക്കുമ്പോൾ ഇണകൾ മാത്രമായിട്ടാണ്. ഓരോ ഇണകളും വെവ്വേറെ കൂടുകൾ വയ്ക്കുന്നു. മൈനയുടെ പ്രത്യുൽപാദന സമയം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയാണ്. ചകിരിനാരും പുല്ലും നേരിയ വേരുകളും ഉപയോഗിച്ച് അതിൽ തുണികളും കടലാസുകളുമൊക്കെ വെച്ച് ചുമരുകളിലെ പൊത്തുകളിൽ, മരച്ചില്ലകളിൽ, ഇലക്ട്രിക് പോസ്റ്റ് എന്നിവിടങ്ങളിൽ ആണ് കൂടുണ്ടാക്കാറുള്ളത്. ഇവയുടെ മുട്ടയ്ക്ക് നീല നിറമാണ്. 4 മുതൽ 5 മുട്ടകൾ വരെ വിരിയിപ്പിക്കും. തത്ത, മരംകൊത്തി എന്നിവയെ പേടിപ്പിച്ച് അവിടെ നിന്നും ഓടിച്ച് അവരുടെയും കൂട് കരസ്ഥമാക്കി അതിലും മൈനുകൾ മുട്ടയിടാറുണ്ട്. കീരി, പാമ്പ്, ഊമൻ എന്നീ ശത്രുക്കളെ ഈ പക്ഷികൾ ഉപദ്രവിച്ച് ഓടിക്കാറുണ്ട്. കൃഷിക്കാരൻ്റെ ബന്ധു എന്നും മൈനയെ വിളിക്കാറുണ്ട്. കാരണം നെല്ല് വിളഞ്ഞ് നിൽക്കുമ്പോൾ അതിലെ പ്രാണികളെ തിന്നുന്നത് കൊണ്ടാണ് മൈനയെ അപ്രകാരം പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.